ഈയിടെ അർമേനിയയിൽ പോയിരുന്നു അല്ലേ? അർമേനിയയിൽ പോയപ്പോൾ ഞാനിങ്ങനെ കേട്ടത് ഈ യസീദികൾ ഈ മുരുകഭവാനെ പോലെ തന്നെ മയിൽവാഹകനായ മയിലിൽ സഞ്ചരിക്കുന്ന ഒരു ദൈവത്തെ മലക്ക് അല്ലേ അവരെ ആരാധിക്കുന്ന ഒരു ജനവിഭാഗമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു ജനതയാണ് യസീദികൾ. അവരുടെ ലാലിഷ് ടെമ്പിളിൽ പോകാനായിരുന്നു ഇറാഖിൽ ആഗ്രഹിച്ചത്. എന്താ ഈ ലാലിഷ് ടെമ്പിളിലെ പോക്ക് മാറ്റിവെച്ചത്? ശരിക്കും പറഞ്ഞാൽ യസീദികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുള്ളതാണ്. യസീദികളെ കുറിച്ച് എനിക്ക് തോന്നുന്നത് ഏറ്റവും മുമ്പ് നമ്മളാണ് സംസാരിച്ചത്. തീർച്ചയായും ശ്രീ രവിശങ്കർ അദ്ദേഹം ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ട് ഞാൻ സംസാരിക്കുന്നത് അത് നമ്മൾ കുമാരികാണ്ഡ സമയത്ത് നമ്മുടെ ഇന്ന് വിട്ടുപോയ ജനവിഭാഗങ്ങൾ മുരുകത്തിൽ നമ്മളെ തേടി വരും എന്നാണ് നമ്മളത് സംസാരിച്ചത്. ഇവിടുന്ന് വിട്ടുപോയ പേരുകളാണ്. പക്ഷെ നൂറ്റാണ്ടുകളായി കഴിഞ്ഞപ്പോൾ അവരവരുടെ പല ഘടകങ്ങളും വിട്ടുപോയി നമ്മുടെ നിന്ന്. പക്ഷെ ആ കോർ അങ്ങനെ അവിടെ ഉണ്ട്, അവരെ ഉള്ളിലുണ്ട്. അവരെ അമ്പലത്തിൽ ഇന്ത്യ ശ്രീയുടെ പടമുണ്ട്, വിളക്കുണ്ട്, മയിലിനെ ആരാധിക്കുന്ന ദൈവം ലാലിഷ്. അപ്പൊ അത് തിരിച്ച് കണക്ട് ആവും എന്ന് പറഞ്ഞിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അവരൊരു വട്ടമെങ്കിലും നമ്മുടെ അഗ്നിയാഗത്തിൽ കൊണ്ടുവരണം, നമ്മൾ താവോയിസ്റ്റ് ആൾക്കാരെ കൊണ്ടുവന്ന പോലെ സംസാരിച്ചു. അതിനുശേഷമാണ് നമ്മൾ ഒരുപാട് ന്യൂസ് വന്നു. കാർത്തിക് രാജ്യം വേണം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് അവർ തുടങ്ങി. അപ്പോൾ അവർക്കും അത് ആ ടച്ചായി തുടങ്ങി. മെല്ലെ നമ്മൾ വിട്ടുപോയത് ഇതിന്നൊരു കണക്ഷൻ ഉണ്ട് എന്നൊരു ഫീലിംഗ് അവർക്കും കിട്ടി തുടങ്ങി. അപ്പോൾ അവർ എപ്പോഴും അവരെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ പതുങ്ങ പേടി ഭയപ്പാടുള്ള പിന്നെ ലോകത്ത് അവരുടെ കുഞ്ഞുങ്ങളെ കൊന്ന് കറി വെച്ച് അവിടുത്തെ സ്ത്രീകളെ കൊണ്ട് കഴിപ്പിച്ചു ഈ IS ഭീകരന്മാർ. ഒരു ഒരു പതുങ്ങൽ സ്വഭാവം ഉണ്ട് അവർക്ക്, ഭയം ഉണ്ട്. അപ്പോൾ അവരെപ്പോഴും പബ്ലിക്കായിട്ട് ഞാൻ യസീദിന്ന് അവരുടെ ഇതിൽ പറയും. പുറം രാജ്യങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർ അത് അത്ര പറയണില്ല, പേടിച്ചിട്ട് നിൽക്കണം. അപ്പം നമുക്ക് ഭഗവാന്റെ ഒരു ഡയറക്ഷനിൽ അവിടെ പോയി ആ എനർജി ഒന്നും കൂടി കണക്ട് ആവണം. അവരെ അടുത്ത യാഗത്തിന് വിളിക്കണം. കാരണം ഇത് തിരിച്ചു വരേണ്ടതാണ്, ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരും അതിലേക്ക്. അപ്പം നമ്മൾ പോകാൻ തീരുമാനിക്കണം ഭഗവാന്റെ ഡയറക്ഷനിൽ. ഞാൻ ലാലിഷ് ടെമ്പിളിൽ പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പോകാൻ ഇറാഖിലാണ്, കുർദിഷ് മേഖലയാണ്. നമുക്ക് ഏത് രീതിയിൽ അവിടെ സേഫ് അത്രത്തോളം ഉണ്ടെന്നൊക്കെ പറയാൻ പറ്റും. നമ്മൾ അവിടെ ചെന്ന് എന്തെങ്കിലും ഇതായി കഴിഞ്ഞാൽ അപ്പം നമ്മളത് ഒഴിവാക്കി. പിന്നെ ഏതാണ് ബെസ്റ്റ് സ്ഥലം എന്ന് നോക്കിയപ്പോൾ രണ്ടാമത് വലിയ സ്ഥലം അർമേനിയയിലാണ്. അർമേനിയയിൽ ആ ടെമ്പിളാണ്. അപ്പോൾ അർമേനിയയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. അപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ തായ്വാനും കൂടി തീരുമാനിച്ചു. തായ്വാനെ കുറിച്ച് അർമേനിയയെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അർമേനിയക്ക് നമ്മൾ ആകാശ് മിസൈലുകൾ കൊടുക്കും. അർമേനിയയും അസർബൈജാനും തമ്മിൽ യുദ്ധത്തിലാണ്. അസർബൈജാന് ആയുധം കൊടുക്കുന്നത് തുർക്കിയാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാനെ സഹായിച്ചത് തുർക്കിയാണ്. തുർക്കി അസർബൈജാന് ആയുധം കൊടുക്കുമ്പോൾ അർമേനിയക്ക് ആയുധം കൊടുക്കുന്നത് ഇന്ത്യയാണ്. അല്ല, അത് മാത്രമല്ല, UN എപ്പോൾ വന്നാലും പാകിസ്ഥാന് കൈവോക്കടാളാണ്ട് അസർബൈജാൻ. അർമേനിയ പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്ത്യയുടെ ഇടപെടൽ അർമേനിയയിലുണ്ട്. അർമേനിയ അസർബൈജാനെ അടിക്കുന്ന മുഴുവൻ നമ്മുടെ ആയുധം. അതെ, അതായത് ഇവിടുന്ന് നീ അവരുടെ കൂടെ കൂടി ഞാൻ ഇപ്പുറത്ത് കൂടെ അടിക്കുന്നത്, അതാണ് അതിൻ്റെ രീതി. അപ്പൊ അർമേനിയക്ക് നമ്മൾ ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട്, നീ അടങ്ങി നിന്നോന്ന് പറയണം. അപ്പൊ അർമേനിയക്ക് ഇന്ത്യയായിട്ട് അത്രയും ഒരു ബന്ധം ഉണ്ട്. അപ്പൊ അവിടേക്ക് പോകാനാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ തീരുമാനിക്കുമ്പോൾ തായ്വാനും കൂടി പോകാൻ തീരുമാനിക്കും. അപ്പോൾ ഞാൻ ആദ്യം തായ്വാൻ പോയിട്ട് വരാം, വിസയ്ക്ക് അപേക്ഷിച്ചു. അപ്പോൾ അർമേനിയ വിസ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാന്നുള്ളൊരു അതിന് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ആൾക്കാർ ഇവിടുന്ന് ആൾക്കാർ കാശ് കൊടുത്തുകൊണ്ട് അർമേനിയയിൽ ഇറക്കും. ഞങ്ങൾക്ക് അവിടുന്ന് യൂറോപ്പിലേക്ക് പോവാൻ പറ്റുമെന്ന് പറഞ്ഞ് പറ്റിക്കും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുടുങ്ങിപ്പോവും. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായപ്പോൾ അവർ വിസ കൊടുക്കുന്നത് കുറച്ച് സ്ട്രോങ് ആക്കി നിർത്തിയിരിക്കുക. പിന്നെ രണ്ടാമത് അപ്പോൾ തായ്വാൻ അപേക്ഷിച്ച് വേഗം കിട്ടി, വിസ കിട്ടി. അപ്പം തായ്വാൻ ഫസ്റ്റ് പോകാമെന്ന് വിചാരിച്ചപ്പോൾ മലേഷ്യയിൽ നിന്ന് 2 പേരാണ് എൻ്റെ കൂടെ വരുന്നത്. തമിഴ് വംശജരാണ്, മലേഷ്യക്കാരാണ്. പക്ഷെ അതിലത്തെ ഒരാൾ ചിലിയിലേക്ക് പോകണ കാരണം ആൾ പറഞ്ഞു നമുക്ക് പിന്നെ പോയിക്കൂടെ, ഇത് അർമേനിയ പോയിട്ട് വരും, നമുക്ക് ഒരുമിച്ച് പിന്നെ പോയിക്കൂടെ. അത് ശരിയെന്ന് പറഞ്ഞു ഞാൻ അർമേനിയ പോകാൻ തീരുമാനിച്ചു. അർമേനിയ പോകാൻ തീരുമാനിക്കുമ്പോൾ എൻ്റെ കൂടെ ദുബായിൽ നിന്ന് ജീവൻ എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ അവന് ആ കുറച്ച് വർക്ക് പ്രഷർ ഉണ്ടായപ്പോൾ 2 ദിവസം കഴിഞ്ഞ് പൊക്കോടെ. അപ്പോൾ എനിക്ക് 21-ാം തീയതി തൊട്ട് കഴിഞ്ഞ മാസം സെപ്റ്റംബർ 21. അപ്പം എനിക്ക് ഇത് NOC കിട്ടൽ വലിയൊരു കടമയാണ്. എന്നെ സംബന്ധിച്ച് വിദേശത്ത് പോകണമെങ്കിൽ NOC മേടിക്കണം. 3 ഓഫീസിൽ കൂടെ കടന്നിട്ട് പോയി വേണം NOC മേടിക്കാൻ. പ്രശ്നം എല്ലാത്തിനും ഇത് വെക്കണം. അപ്പോൾ നമ്മൾ ഓരോ ഓഫീസ് കൊടുക്കണം, അടുത്ത ഓഫീസ് അങ്ങനെ പോയിട്ട് മെയിൻ ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിൽ നിന്ന് മേടിക്കണം. അതൊരു വലിയ പണിയാണ്. അപ്പോൾ നമുക്ക് ഒരു സ്ഥലത്ത് പോയിട്ട് വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് പോകാൻ പറ്റില്ല. പോകുമ്പോൾ ഒരുമിച്ച്
എടുത്തിട്ട് പോയിട്ട് വരണം. കാരണം നമുക്ക് ടയർഡാവും. കാരണം യാത്ര പിറ്റേ ദിവസം ജോലിക്ക് കയറും വേണം. പക്ഷെ നമ്മൾ ചെയ്യണത് ലീവ് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കലും ഭയങ്കര ബുദ്ധിമുട്ടായി. ഞാൻ ഒരുമിച്ച് എടുക്കണം. അപ്പോൾ ഞാൻ 21, അപ്പോൾ ഒരു ദിവസം പോലും ഞാൻ അതിൽ പാഴാക്കില്ല. 21-ാം തീയതി കിട്ടി. അപ്പോൾ എനിക്ക് 21-ാം തീയതി പോകണം. പക്ഷെ ഇദ്ദേഹത്തിന് ഒഴിവില്ല. എന്നാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് തീരെ സൂര്യായൊരവസ്ഥയായിരുന്നു. എന്നാലും ശരി, ആള് പറഞ്ഞ 3 ദിവസം നീട്ടി. അപ്പൊ ഞാൻ നോക്കി, ആളിത് പറഞ്ഞപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ 27 ഷഷ്ടി വരുന്നുണ്ട്. അപ്പൊ സന്തോഷമായി. ഷഷ്ടി ദിവസം നമുക്ക് നന്നായി, ഷഷ്ടി ദിവസം നന്നായി. അപ്പൊ അത് ഫിക്സ് ചെയ്തു. 27-ാം തീയതി കാലത്ത് ഞങ്ങൾ അവിടെ എത്തി, അമ്പലത്തിലെത്തി. അർമേനിയ തലേ ദിവസം എത്തി, പിറ്റേ ദിവസം കാലത്ത് അർമേനിയ എത്തി. അപ്പൊ അർമേനിയ പോകുമ്പോൾ അവിടെ രസമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഗൈഡായിട്ട് വന്നത് മലയാളിക്ക്. അത് ശരി, അങ്ങനെ. അപ്പൊ ഞാൻ എന്താ സംഭവം നോക്കിയപ്പോ അവിടെ മെഡിസിൻ പഠിക്കാൻ വേണ്ട ഒരുപാട് കുട്ടികൾ അവർ പാർട്ട് ടൈം ജോബായിട്ട് ഗൈഡായിട്ട് വരും. അപ്പൊ അവിടെ മെഡിക്കൽ ഇതിൽ പഠിക്കണതാ. അപ്പൊ ആളിലൊരു ടോപ്പ് ആള്, അവരും മലയാളിയാ, ഇത് നടത്തുന്ന ആള്. അവന് ഈ അമ്പലത്തിൽ പോകാറില്ല, ടൂർ വരും, വേറെ സ്ഥലങ്ങൾ കാണും. ഈ അമ്പലത്തേക്ക് വരേണ്ടത് ഞങ്ങൾ മാത്രം. അപ്പൊ ചോദിച്ചു അത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ്, ആരും ഒന്നും വരില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് ജീവൻ ഇത് ഇങ്ങനെ പറയും. ഇത് ഞാൻ പല യാത്രകളിലും ഭഗവാൻ പറഞ്ഞു പോകുമ്പോൾ വേറെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളതാ. നീ അവിടെ ചെല്ലുമ്പോൾ അല്ല, പക്ഷെ അവിടെ ചെല്ലുമ്പോ അതെ, നമ്മൾ ചെല്ലുമ്പോ അവർക്ക് മനസ്സിലാവും ഇത് ചെറിയ കാര്യമല്ല എന്ന് മനസ്സിലാവും. അത് ജീവനോട് ഞാൻ പറഞ്ഞു ഇതായിട്ട് ഒരുപാട് അനുഭവം ഉണ്ട്, അതുകൊണ്ട് നീ അത് വിട്ടോ, നമുക്ക് പോവാന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ എത്തി. വലിയൊരു ക്ഷേത്രമുണ്ട്, വലിയ ക്ഷേത്രം. ഉള്ളിലേക്ക് കടന്നു. യസീദുകളുടെ ക്ഷേത്രം ഭയങ്കര വലിപ്പമുണ്ട്, പൂന്തോട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരൊറ്റ ആളില്ല, ഈ പറഞ്ഞ പോലെ നമ്മൾ നടന്ന അമ്പലത്തിൻ്റെ ഉള്ളിലെത്തി. അവിടെ മയിലിങ്ങനെ നിൽക്കാണ്, അല്ലല്ല മറ്റേ അവിടെ ചെന്ന് അപ്പൊ ഞാൻ ഫോട്ടോ കൈ പിടിച്ചിട്ടുണ്ട്. എനിക്ക് ഈ ഫോട്ടോ മുരുകൻ മയിലുമേ നിൽക്കുന്ന ഫോട്ടോ ഇതൊരാളുടെ കൊടുക്കണം. എന്റെ ലക്ഷ്യം അത്രേ ഉള്ളൂ. ഷഷ്ടി ദിവസം ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുക, ഈ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു, തിരിച്ചു പോരുക. അങ്ങനെ അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ആരുമില്ല. അമ്പലത്തിനുള്ളിൽ കയറിയ ഫോട്ടോ ഇത് രണ്ടും വെച്ചൊരു ഫോട്ടോ ഒക്കെ എടുത്തു. കുറേ നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് കുറേശ്ശെ ആൾക്കാർ വന്നു തുടങ്ങി. 2-3 ഒരാൾ വന്നിട്ട് അവിടുത്തെ ഒരു ഇതാവണം, ഒരു പ്രീസ്റ്റ് അതുകൊണ്ട് കുറേ അവരുടെ ഭാഷയിൽ മന്ത്രങ്ങളൊക്കെ ചെല്ലുകയാണ്. അതിങ്ങനെ കേട്ടു. അപ്പോൾ നമ്മൾ വേറൊരു മുഖമല്ല, അവരുടെ മുഖമല്ലല്ലോ. അത് കഴിഞ്ഞപ്പോൾ ആൾ വന്നിട്ട് ഞങ്ങളെ വന്നിട്ട് ഷൈക്കൻഡ് വന്നു. ചോദിച്ചപ്പോൾ ഇത് ഞാനാണ് ചെയ്യണേന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വേറൊരാൾ എൻ്റെ ഞങ്ങളുടെ അടുത്ത് വന്നു. അപ്പൊ ഇയാൾക്ക് ഇംഗ്ലീഷ് അധികം അറിയില്ല. വന്ന ആള് സീഡെന്ന് വന്ന ആളാ, യസീദയാണ് സീഡെന്ന്. അപ്പൊ ആളൊരു കാര്യം പറഞ്ഞു, നാളെയാണ് ഈ അമ്പലം ഉണ്ടാക്കിയിട്ട് പ്രതിഷ്ഠിച്ചിട്ടുള്ള ദിനം. ലോകത്തുള്ള എല്ലാ യസീദുകളും നാളെ ഇവിടെ എത്തും. ഞാൻ ഇത് കേൾക്കുമ്പോ എന്റെ കണ്ണിങ്ങനെ കേട്ടാ. ഇറാഖ് മെയിൻ ടെമ്പിളിലെ പ്രീസ്റ്റ് ഇവിടെ വരും, ലാലിഷ്ടം. ഞാൻ കുറച്ചു നേരം ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവുന്ന അനുഭവങ്ങളാണ് ഭഗവാനിക്ക്. എന്നാലും നമുക്ക് ഓരോ വട്ടം കാണുമ്പോൾ ത്രില്ലാവും. ആദ്യത്തെ ഒന്നുമല്ല, എപ്പോഴും ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷെ എന്നാലും ഓരോ വട്ടവും നമ്മൾ അതിശയിപ്പിക്കുക എന്ന് പറയില്ലേ. അതായത് നീ ഭഗവാന്റെ ഡയറക്ഷൻ, നീ ഇങ്ങോട്ട് പോ, ലാലിഷ് പോകണ്ടെന്ന് ഞാൻ വേറെ സ്ഥലത്ത് തീരുമാനിക്കുന്നു. ദിവസം മാറിയിട്ട് നമ്മളൊരു ദിവസം മാറ്റിച്ചു. നീ എങ്ങോട്ടും പോകണ്ട, ലോകത്തുള്ള ആൾക്കാരെ നിന്റെ അടുത്ത് എത്തിക്കും വിടാന്നുള്ള പറഞ്ഞ പോലെ ആയില്ലേ. ഞാൻ എവിടെ നേടി വേണ്ട, ലോകത്തുള്ള ദേശികൾ നിന്റെ അടുത്ത് വരാം, നീ ഇവിടെ വാ എന്ന് പറഞ്ഞ പോലെ ആയി. അവിടെ ഞാൻ കുറെ നേരം എടുത്ത് പ്രാർത്ഥിച്ചു. ഭയങ്കര ത്രില്ലുകളായി. അടുത്ത ദിവസം ചെന്നപ്പോൾ അന്തരീക്ഷം മാറി, അത്രയും തിരക്ക്. അപ്പൊ അന്ന് വേറൊരു കാര്യം ഉണ്ടായി. അന്ന് കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. ഈ ഫൗണ്ടർ ഉണ്ട്, റഷ്യക്കാരനാ, റഷ്യൻ വ്യവസായിയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ യസീദി ക്ഷേത്രം നിർമ്മിച്ചത്. അപ്പൊ അദ്ദേഹത്തിന് സ്മൃതി മണ്ഡപമുണ്ട്, അവിടെ പോയി പ്രാർത്ഥിച്ചു. പിന്നെ ചെറിയൊരു പിന്നില് മുരുകന്റെ വേറൊരു അമ്പലമുണ്ട്, അവിടെ പോയി പ്രാർത്ഥിച്ചു. ഞങ്ങളിവിടെ പുറത്തിറങ്ങിയപ്പോൾ ആൾക്കാർ മെല്ലെ മെല്ലെ ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞിട്ട് വന്നു. അവർക്കൊക്കെ ഞാൻ വേറൊന്നും സംസാരിച്ചില്ല, ഈ ഫോട്ടോ കാണിച്ചു കൊടുത്താൽ മതി. മുരുകൻ മയിലില്ല ഒരു വന്നവര് മുഴുവൻ ഇങ്ങനെ പൊതിഞ്ഞു. ഫോട്ടോ മേടിക്കുക, ഉമ്മ വയ്ക്കുക, അവരുടെ ഭാഷയിൽ ജാതി ആഹ്ലാദ പ്രകടനം എന്ന് പറയില്ലേ, നമ്മൾ അവരുടെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാം ആ വികാരം. അവര് അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിക്കുക, വേറൊരുത്തരോട് പറയുക, അയാൾ വരിക, ഫോട്ടോ എടുത്ത് ഉമ്മ വയ്ക്കുക. അങ്ങനെ അപ്പൊ 2 പിള്ളേർ വന്നു, നമുക്ക് ഭക്ഷണം കഴിച്ച് പോകാം. അപ്പൊ നോക്കിയപ്പോൾ അവര് വന്ന ആൾക്കാർ, അത് ആൾക്കാർ വരില്ല. നമ്മളൊരു പരിപാടി നടത്തുമ്പോൾ തലേദിവസം തൊട്ട് കുറേശ്ശെ ആൾക്കാർ വന്നു തുടങ്ങില്ല. അങ്ങനെ വന്നു തുടങ്ങുന്നതാണ്, ബസ്സുകൾ വരുന്നുണ്ട് കുറേശ്ശെ. അപ്പോൾ ഭക്ഷണം വലിയൊരു ഹോളിൽ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെ ഞങ്ങളുടെ അടുത്ത് എത്തിയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. അവരും കഴിച്ചു. ഒരു 10-60 പേരൊക്കെ ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ശരി നാളെ വരാം, കാലത്ത് കാണാമെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നു. പിറ്റേ ദിവസം കാലത്ത് വന്നപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം 60 പേരെ പറ്റുള്ളൂ. ഇതിൽ 1000-2000 പേര് നിൽക്കുക. അവർക്കൊന്നും നമ്മളറിയണില്ല. നമ്മളിത് ആരെ പോയി കാണുക. ഒരാളുടെ നമ്പർ മേടിച്ചിട്ടുണ്ട്, അയാൾ വിളിച്ച് കിട്ടണില്ല. അപ്പോൾ ഞങ്ങൾ പോയി അമ്പലത്തിനുള്ളിൽ പോയി ഇപ്പോൾ ഭയങ്കര തിരക്ക്. അവിടെ കുറേ വീണ്ടും പ്രാർത്ഥിച്ചു. അപ്പോൾ എല്ലാവരും ഞങ്ങളെ നോക്കുന്നുണ്ട് വന്ന്. അപ്പോൾ ഈ ഫോട്ടോ കാണിച്ചു കൊടുക്കും, വീണ്ടും വരും, ഇങ്ങനെ നിൽക്കുക. അവസാനം
കുറച്ചുകൂടി നടക്കുമ്പോൾ ഈ 2 പിള്ളേർ കോട്ടിട്ട് നിൽക്കണം. ഉം. അവിടെ വലിയ ഫംഗ്ഷൻ നടക്കുന്നുണ്ട് ഓൾറെഡി. അതൊരു സ്റ്റേജ് പ്രോഗ്രാം, പ്രസംഗം നടക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ കാണാനിരിക്കുന്നുണ്ട്, സെക്യൂരിറ്റി ഭയങ്കരമായിട്ടുണ്ട്. അതിൻ്റെ പുറത്താണ് ഈ 2 പിള്ളേർ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ റോണി എന്നാണ് ഒരാളുടെ പേര്. ഞങ്ങൾ അവരോട് ചെന്ന് സംസാരിച്ചെന്ന് അറിയാം, ഈ അമ്പലം ചെയ്ത ഒരു അച്ഛനാ. അത് ശരി, അമ്പലം ഉണ്ടാക്കിയത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല, ഞങ്ങൾ കണ്ടുമുട്ടിയത് ഏറ്റവും പ്രധാന ആൾക്കാരായിരുന്നു. അപ്പോൾ അവരോട് ഞങ്ങൾ ഈ ഫോട്ടോ കൊടുക്കണം, ഇവിടെ വെക്കണം, അർമേനിയയിൽ വെക്കണം എന്നാണെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ തന്നത്. അല്ല, ഞാൻ പറഞ്ഞു ഇറാഖിലേക്ക് കൊണ്ടുപോകണം, വെയിറ്റ് ചെയ്യണം, മെയിൻ ആളുടെ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആളെ തിരക്കിലാണ്, അവിടെ പ്രസംഗവും പരിപാടി. അത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്ത് വന്ന് സെക്യൂരിറ്റി ഭയങ്കര ടൈറ്റ് സെക്യൂരിറ്റി ഉണ്ട്, എന്നാലും നമുക്ക് കൊടുക്കാം. കുറച്ച് കഴിഞ്ഞപ്പോൾ ആള് പുറത്ത് വന്നു, ഞങ്ങൾ ഫോട്ടോ കൊടുത്തു. ആളിത് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതം. അവിടുത്തെ ചീഫ് പ്രീസ്റ്റ് അത് ഞാൻ ആലോചിച്ചത് അതാണ് അതിൻ്റെ ഒരു മനോഹാരിത എന്ന് പറയില്ല. എൻ്റെ യാത്രയിൽ ഭഗവാൻ തരുന്ന മനോഹര അതാണ്. ഭഗവാൻ ഇതൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മളെ അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്. ചിലപ്പോൾ നമ്മുടെ യാത്ര ഒന്ന് മാറ്റി വെക്കും, നീ ആ വഴിക്ക് പോകണ്ട, ആ ഫ്ലൈറ്റ് കയറണം, മറ്റേ ഫ്ലൈറ്റ് കയറിയാൽ മതി എന്ന് പറയും. ഇല്ലെങ്കിൽ അങ്ങനെ ഞാൻ അവിടെ എത്തിച്ചിട്ട് ലോകത്തുള്ള എല്ലാ യസീദികളും, കാരണം ഇതൊരു എനർജി പാസിംഗ് ആണ്, എല്ലാവിടേക്കും ചെല്ലണം ഒറ്റടിക്ക് ആ എനർജി ഫുള്ളായിട്ട് എല്ലാ രാജ്യങ്ങളിലുള്ള യസീദികളിലും പോയി ചേരണം. എന്നിട്ട് അതൊരു തരംഗമായിട്ട് തിരിച്ച് ഭാരതത്തിലേക്ക് തിരിച്ചു വരണം. അല്ല, നമ്മൾ ഈ ഭഗവാൻ മുരുകൻ ഈ മയിലിന്മേലിരിക്കുന്ന ചിത്രം കാണിച്ചപ്പോൾ അവർക്ക് അപരിചിതത്വം ഒന്നും തോന്നിയില്ല? ഇല്ല, ഒരു അത്ഭുതത്തോടു കൂടി. ഒരു ഭാഷ എനിക്ക് അറിയില്ല, പക്ഷെ എല്ലാവരും വന്ന് അത്ഭുതത്തോടെ ഫോട്ടോ എടുത്ത് ഉമ്മ വയ്ക്കുകയും ചെയ്യണം. അവർക്ക് അവരുടെ മലക് താവൂസായിട്ട് തന്നെ ഫീൽ ചെയ്തു. അവർക്ക് എന്താ പറയാ, അവരവിടെ ഉമ്മ വയ്ക്കലാണ് ഞാൻ മെയിൻ കണ്ടത്. ആ മയിലിന്റെ ഇവിടെ ചെന്ന് അതേ വികാരം അവർ ഈ ഫോട്ടോ കാണുമ്പോ ഉണ്ട്. അത് എന്താ പറയാ, ഈ കുറച്ച് ആൾക്കാർക്ക് നമ്മുടെ ഭാരതത്തിനെ കുറിച്ചും അറിയാം. അവർക്ക് ഭാഷ അറിയണോണ്ടാവും, ബാക്കിയുള്ളവർക്ക് ഭാഷ അറിയാത്തതുകൊണ്ട് പറയാത്തതാണെന്ന് അറിയില്ല. അതിൽ ഇറാഖിന്ന് കുർദിഷ് മേഖല, ഈ അമ്പലത്തിന്റെ അടുത്തുനിന്നൊരു ഫാമിലി അവർ പറഞ്ഞു, ഞങ്ങൾ ഇന്ത്യനെ അത്രയധികം സ്നേഹിക്കണു, എന്ന് ഇറാഖിലേക്ക് വരുന്നുണ്ടെങ്കിലും ഞങ്ങളെ വന്ന് കാണണം, എന്റെ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട്. ഒരുപക്ഷെ ഇവർ ഇവിടുന്നൊക്കെ ചെതറിപ്പോയ പഴയ കുമരികാണ്ഡത്തിലെ ആളുകളായിരിക്കണം. ആണ് അവര് തിരിച്ച് ഈ മുരുകത്തിൽ തിരിച്ച് കണക്ട് ആവേണ്ട സമയമാണ്. ആ വികാരം ഒറ്റടിക്ക് ലോകം മുഴുവൻ യസീദികൾക്ക് ആ എനർജി പോയി ചേരണം. ഭഗവാൻ എന്താ ചെയ്തത്, എന്നെ അവിടെ എത്തിച്ചിട്ട് ലോകം മുഴുവൻ യസീദികളെ അവിടെ കൊണ്ടു നിർത്തി. എന്നിട്ട് ഏറ്റവും മെയിൻ ആൾക്കാർ ഫോട്ടോ കൊടുത്ത് ആ ഫോട്ടോ ഇറാഖിലേക്ക് പോയിണ്ടാവും. അത് എത്ര മനോഹര ഡിസൈൻ നോക്കിയേ. ഇത് ഇത്ര കൊല്ലം ഭഗവാന്റെ കൂടെ വഴിയിൽ സഞ്ചരിച്ചിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഓരോ സമയത്തും ഇതേപോലെ അത്ഭുതങ്ങൾ ഭഗവാൻ എനിക്ക് തരുന്നുണ്ട്. പിന്നെ ആ ഒരു യസീദി എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും പീഡിപ്പിക്കപ്പെട്ട ജനതയ്ക്ക് രക്ഷകനായിട്ട് ഭഗവാൻ വന്നു കഴിഞ്ഞു. അവിടെ കാർത്തികസ്ഥാൻ വരും നാളെ ഉറപ്പായിട്ടും. അതിൻ്റെ ഒരു എനർജി സ്പ്രെഡ് ആരംഭിച്ചു തുടങ്ങി. അതുകൊണ്ടാണ് ലോകം മുഴുവൻ ആൾക്കാരിലേക്ക് അത് എത്തിച്ചത് ഭഗവാൻ. ഇനി അത് കണക്റ്റ് ആയിട്ട് വരും. അടുത്ത അഗ്നിയാഗത്തിൽ നമ്മൾ അവരെ കൊണ്ടുവരും ചെയ്യും, അവിടെ ഇരുത്തും ചെയ്യും. അത് ഈ പറഞ്ഞ കാർത്തികസ്ഥാൻ എന്ന് പറഞ്ഞൊരു പുതിയ ഇതൊരു വല്ലാത്തൊരു അനുഭവമാണ്. എനിക്ക് രോമാഞ്ചം വരുന്നുണ്ട്. കാരണം നമ്മൾ യാത്ര പോലും ഈ ജീവൻ അല്ലേ, യാത്ര മാറ്റിവെക്കാൻ പറഞ്ഞതൊക്കെ അതൊക്കെ അദ്ദേഹത്തിന്റെ ഡിസൈനാണ്. തീർച്ചയായും. മറ്റാള് ചിലിയിലേക്ക് പോണ കാരണം രണ്ടാമത് പോയി. ഇത് അവിടെ ഷഷ്ടി കണ്ട അപ്പോഴേ ഞാൻ എപ്പോഴും വല്ലാണ്ട് ഈ ഭഗവാന്റെ കാര്യത്തിൽ പ്ലാൻ ചെയ്യില്ല. നമ്മളിങ്ങോട്ട് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നടന്നിട്ട് നമ്മൾ ഒരാളുടെ കൂടെ നടക്കുമ്പോൾ നമുക്ക് അറിയാലോ സ്വഭാവം. അതുകൊണ്ട് നമ്മൾ കുറെ പ്ലാൻ ചെയ്യില്ല, നമ്മളങ്ങോട്ട് ഇറങ്ങി പുറപ്പെടും. ബാക്കിയൊക്കെ അതിലിങ്ങനെ കറങ്ങി തിരിഞ്ഞ് അതിലേക്ക് എത്തിക്കുക എന്ന് പറയില്ലേ. ഒരിക്കലും എന്താ പറയാ, അത്ഭുതത്തോടു കൂടി എനിക്ക് അത് എൻ്റെ കൂടെ വന്ന ജീവനും പിന്നെ യുവരാജ വന്നത് UK ഞാൻ എന്നിട്ട് കുറെ കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം എല്ലാം കഴിഞ്ഞ് ഫോട്ടോ കൊടുത്തിട്ട് ഭാഗത്ത് പോയിട്ട് ഇരുന്ന് കണ്ണിന്നൊക്കെ വെള്ളം വരിക. അപ്പോൾ യുവരാജ് എൻ്റെ അടുത്ത് വന്ന് ഒരു ചോദ്യം ചോദിച്ചു. യുവരാജ് പറഞ്ഞു, ഇത്രയധികം ജീവിതത്തിൽ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നില്ല ഇതൊക്കെ നടക്കുന്നു. ജി എന്തിനാ ഇത്ര എക്സൈറ്റഡ് ആവണം? ഞാൻ പറഞ്ഞു, എക്സൈറ്റഡ് ആവും, കാരണം എനിക്ക് ഓരോ സംഭവം തുടങ്ങുമ്പോൾ അത് ആദ്യത്തെ സംഭവമാണ്. അതുവരെയുള്ളത് ഞാൻ കണക്ട് ചെയ്യാറില്ല. ഇതെങ്ങനെയെങ്കിലും വിജയിക്കണം. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഭഗവാനോട് ഈ ഫോട്ടോ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഏറ്റവും വലിയ ആളുകളിൽ കൊടുത്തു വരലാണ് എൻ്റെ ചുമതല. നമ്മുടെ അടുത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ അത് കാണുമ്പോ ഭഗവാൻ നമ്മുടെ അടുത്ത് എത്തിച്ച് ആ സാധനം മേടിച്ച് കൊണ്ടുപോകണ കാണുമ്പോ ആ അദ്ദേഹത്തിന്റെ ശക്തി, ആ ഡിസൈനെ ഓർക്കുമ്പോ കണ്ണത് തനിയെ വെള്ളം വരും. എന്നോട് നമ്മൾ പല എപ്പിസോഡുകളിലും ഇതിനു മുമ്പ് വേറെ പ്ലാറ്റ്ഫോമിലാണെങ്കിലും പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ആളുകൾ രഞ്ജിക്ക് മെസ്സേജ് അയക്കുന്നു, അവരുടെ വിഷമങ്ങൾ പറയുന്നു. ഒരുപാട് പേർക്ക് എനിക്കറിയാമല്ലോ, എനിക്ക് പേഴ്സണലി അറിയാം, അവിടെ വന്ന് പ്രാർത്ഥിച്ച് ശേഷം
ജീവിതം തന്നെ മാറി പറഞ്ഞ ഒരുപാട് പേരെ എനിക്കറിയാം. നമ്മൾ 10-25 എപ്പിസോഡിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ പലരുമായി എനിക്ക് നല്ല കോണ്ടാക്റ്റ് ഉണ്ട്. അവർ പറഞ്ഞുള്ള അനുഭവങ്ങൾ ഞാനതിന് സാക്ഷിയാണ്. LMRK എന്ന ഈ പ്രസ്ഥാനത്തിൽ ആളുകൾ വന്നതിന് ശേഷം അവരുടെ ജീവിതത്തിലുണ്ടായൊരു മാറ്റം അറിയാം. അപ്പോൾ എങ്ങനെയാണ് ഈ ആളുകൾക്ക് ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് എന്നതിനെക്കുറിച്ച് പുതുതായി നമ്മുടെ ഈ പരിപാടി കേൾക്കുന്ന ആളുകളൊന്നും അറിയണമല്ലോ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ അതേക്കുറിച്ച് സംസാരിക്കാം. തീർച്ചയായും